വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് പിന്നെ നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് പക്ഷേ വേറെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കത്തില്ല അവർ തകർക്കാൻ ശ്രമിക്കുവാണെന്ന്. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം വളരെ വലുതായിരിക്കും. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തവർ നമ്മളെ തകർക്കുമെന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കരമായ വിഷമമാണ്. അപ്പം സ്നേഹം എന്നൊക്കെ പറയുന്നത് പലരും വർഷങ്ങൾ കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നവരായിരിക്കും. പല ഫ്രണ്ട്ഷിപ്പുകളും നീണ്ട കാലം നിലനിൽക്കും. അതേപോലെ അവരാരും പരസ്പരമൊന്നും അങ്ങനെ തകർക്കാനോ അടിയുണ്ടാക്കാനോ ഒന്നും നിൽക്കത്തില്ല. പക്ഷെ ചില കൂട്ടുകാർ നമ്മളെ ചതിക്കും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിലൊന്നും നമ്മൾ തളരരുത്. കൂട്ടുകാർ മാത്രമല്ല, ചിലപ്പം റിലേറ്റീവ്സ്, നമ്മളെ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും നമ്മളെ തകർക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു തകർച്ചയിലൊന്നും നമ്മൾ പതറാതെ നിൽക്കണം, പതറാതെ മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. അപ്പം നമ്മളെ തകർക്കുന്ന ഒന്നും ശാശ്വതമായിട്ട് നിൽക്കത്തില്ല. എപ്പോഴും നമ്മുടെ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ അത്ര രസമല്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് കരയണ്ടേ. അപ്പം ഇടയ്ക്കൊക്കെ കരയാൻ വേണ്ടിയായിരിക്കും ദൈവം നമുക്ക് ഇങ്ങനത്തുള്ള അനുഭവങ്ങൾ തരുന്നത്. അപ്പം നമ്മളെ അറിയാവുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, നമ്മളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. അവരോട് കൂട്ടുകൂടുക. അവർ പറയുന്ന പാഠങ്ങൾ പഠിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നല്ല സുഹൃത്തുക്കൾ എന്നും നമുക്ക് നല്ല ജീവിത പാഠങ്ങൾ തരത്തേ ഉള്ളൂ. നമ്മൾ നല്ല നടപ്പായിട്ട് നടക്കാൻ പഠിപ്പിക്കത്തേ ഉള്ളൂ.